എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അവിടെ നമ്മൾക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്നതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻസ് മാത്രമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് വരുന്നത്. ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അവിടെ നിങ്ങൾ 2-3 വേർഡുകൾ കേൾക്കാം: ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഫീസിബിൾ റീജിയൻ, കൺസ്ട്രെയിൻസ് എന്നീ കാര്യങ്ങളൊക്കെ. ഇതിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഏത് ഫംഗ്ഷനെയാണോ നമ്മൾ മാക്സിമൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുകയോ ചെയ്യുന്നത്, ആ ഫംഗ്ഷനെയാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ആശയം പറയുന്നത്. ഏത് ക്വസ്റ്റ്യൻ തരുമ്പോഴും z = എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കാണാം. ഒരു എക്സാമ്പിളാണ് നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം കൂടിയാണ് അത്. അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും z എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിനെയാണ് മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുന്നത്. ഇവിടെ മിനിമൈസ് ആണ്, അതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുക. ഈ ഒരു ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യുന്നത് ഈ കണ്ടീഷൻസുകളുടെ അടിസ്ഥാനത്തിലാണ്. ആ കണ്ടീഷൻസുകളെയാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. അതിവിടെ നോക്കിയാൽ കാണാം. കൺസ്ട്രെയിൻസുകളെല്ലാം ലീനിയർ ഇൻഇക്വാലിറ്റീസുകളായിരിക്കും. x + 2y ≤ 8, 3x + 2y ≤ 12, x ≥ 0, y ≥ 0. ഇതെല്ലാം എന്താണ്? കണ്ടീഷൻസുകളാണ്. ഈ കണ്ടീഷൻസ് ഉൾക്കൊള്ളുന്ന രീതിയിലാണ് z എന്ന് പറയുന്നതിനെ നമ്മൾ മിനിമൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ തരികയാണെങ്കിലും ഒന്നില്ലെങ്കിൽ മാക്സിമൈസോ അല്ലെങ്കിൽ മിനിമൈസോ ഉണ്ടായിരിക്കും. അതിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരിക്കും. ഇതിലെ ഈ 2 കാര്യങ്ങളെ x ≥ 0, y ≥ 0. എക്സ് എന്ന് പറയുന്നത് 0 ആവാം, അല്ലെങ്കിൽ 0ന്റെ മുകളിലാവാം. വൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0 ആവാം, അതിൻ്റെ മുകളിലാവാം. എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ നെഗറ്റീവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്നൊക്കെയാണ് പറയാറുള്ളത്. ഡെഫിനിഷൻസുകളാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ: ഏത് പ്രോബ്ലവും തരുമ്പോൾ അത് ഈ ഒരു രൂപത്തിലായിരിക്കും. മിനിമൈസിന് പകരം അവിടെ എന്ത് വരാം? മാക്സിമൈസ് എന്ന് പറഞ്ഞ കാര്യം വരാം. എന്തായാലും ഒരു z എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അതിന് കണ്ടീഷൻസുകൾ ഉണ്ടായിരിക്കും. ഇതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ തിയറി ഭാഗം മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലത് ഒരു പ്രോബ്ലം വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ആശയത്തിലൂടെ മുൻപിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ബോർഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ കാണാം. നമ്മൾ ആ പ്രോബ്ലത്തിലൂടെ തന്നെ ഇതിൻ്റെ തിയറി ഭാഗങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞു പോവുകയാണ്. തിയറി ഒന്നും കാര്യമായി പറയാനില്ല. എങ്ങനെയാണ് പ്രോബ്ലം വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങളവിടെ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഈ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻസുകൾ വരയ്ക്കണം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പോൾ ലൈൻസുകൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ പോയിന്റുകൾ നമുക്ക് കിട്ടേണ്ടി വരും. അപ്പോൾ ഓരോ കൺസ്ട്രെയിൻറ്റിൻ്റെയും ഈക്വൽ കേസ് എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആവശ്യമായിട്ട് വരുന്ന പോയിന്റുകൾ കണ്ടുപിടിക്കുക. ആ പോയിന്റ് കണ്ടെത്തിയതിന് ശേഷം നമ്മൾ XY ആക്സിസ് വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ പോയിന്റുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് അതിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനുകൾ വരയ്ക്കുന്നു. ലൈനുകൾ വരച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നു. ആ റീജിയനെയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറഞ്ഞ ആശയം പറയുന്നത്. പിന്നീട് നമ്മൾ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണെങ്കിൽ കോർണർ പോയിന്റുകൾ നോക്കുന്നു. ക്വസ്റ്റ്യൻ മിനിമൈസ് ആണ് വരുന്നതെങ്കിൽ മിനിമം വാല്യൂവുമായി കണക്ട് ചെയ്ത് പറയുന്നു. മാക്സിമൈസ് ആണെങ്കിൽ മാക്സിമം വാല്യൂവുമായി കണക്ട് ചെയ്ത് പറയുന്നു. എന്തായാലും ഈ പ്രോബ്ലത്തിലേക്ക് ഒന്ന് നോക്കും. നിങ്ങൾ ഇവിടെ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് മിനിമൈസ് ചെയ്യണം, കണ്ടീഷൻസുകളോടെ തന്നിട്ടുണ്ട്. ഓരോ കണ്ടീഷൻസുകളുടെയും ഈക്വൽ കേസുകളൊന്നും ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ കാര്യം എടുക്കുമ്പോൾ x + 2y = 8. ഇത് വരയ്ക്കാൻ ആവശ്യമായ പോയിന്റ് ഒന്ന് അപ്പോൾ തന്നെ കണ്ടുപിടിക്കുകയാണ്. എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുന്ന സമയത്ത് എക്സ് എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല. അപ്പോൾ 2y എന്ന് പറയുന്നത് 8 ആണ്. y എന്ന് പറയുന്നത് 8/2 = 4. വൈൻ്റെ വാല്യൂ 4 വരുന്നു. അടുത്തത് y-ന് 0 കൊടുക്കുക. y-ന് 0 കൊടുക്കുമ്പോൾ ഈ 2y എന്ന് പറയുന്ന ടേം ഉണ്ടാവില്ല. അപ്പോൾ x എന്ന് പറയുന്നത് നേരിട്ട് എന്തായിരിക്കും? 8 ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലൈൻ വരയ്ക്കാൻ ആവശ്യമായ പോയിന്റുകളായി. ഏത് ചോദ്യത്തിലും പോയിന്റുകൾ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? എക്സിന് 0 കൊടുക്കുക, അപ്പോൾ y-ൻ്റെ വാല്യൂ കിട്ടും. y-ന് 0 കൊടുക്കുക, x-ൻ്റെ വാല്യൂ കിട്ടും. രണ്ടാമത്തെ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത് 3x + 2y = 12. അതിനാവശ്യമായ പോയിന്റുകൾ ഒന്ന് കണ്ടുപിടിക്കുകയാണ്. y. എക്സിന് 0 അപ്ലൈ ചെയ്യുന്നു. എക്സിന് 0 അപ്ലൈ ചെയ്യുമ്പോൾ 3x എന്ന് പറയുന്ന ടേം ഇല്ല. അപ്പോൾ ബാക്കി 2y = 12. y = 12/2 = 6. അപ്പോൾ y-ൻ്റെ വാല്യൂ 6.
വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ 2y എന്ന് പറയുന്ന ടേം അവിടെ ഇല്ല. 3x എന്ന് പറയുന്നത് 12 വരുന്നു. x എന്ന് പറയുന്നത് 12/3 which is equal to 4. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ അവിടെ 4 എന്ന് പറഞ്ഞ കാര്യം എഴുതുന്നു. അടുത്തത് x ഈക്വൽ ടു 0. അടുത്തത് y ഈക്വൽ ടു 0. ഈ x ഈക്വൽ ടു 0യും y ഈക്വൽ ടു 0യും പോയിന്റുകൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കും. അതിൽ ആക്സിസുകളുടെ ഇക്വേഷനായിട്ടാണ് ആ രണ്ട് കാര്യങ്ങൾ വരുന്നത്. അത് വരയ്ക്കുമ്പോൾ ഏതൊക്കെയാണ് വരുന്നതെന്നതിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള എല്ലാ കൺസ്ട്രെയിൻസുമായി ബന്ധപ്പെട്ട ലൈൻസുകൾ വരയ്ക്കാനുള്ള കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. എക്സ് ആക്സും വൈ ആക്സും വരയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ ഇൻ്റർവൽ ലെങ്ത് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ രീതിയിലൊക്കെയാണ് നമ്മൾ എടുക്കാറുള്ളത്. എന്നാൽ നമുക്കിവിടെയുള്ള പോയിന്റുകൾ വലിയ പോയിന്റുകളൊക്കെയാണ് വരുന്നതെങ്കിൽ അത് 5 10 15 20 എന്ന് പറഞ്ഞിട്ടൊക്കെ എടുക്കാം. അല്ലെങ്കിൽ 10 20 30 40 എന്ന് പറഞ്ഞ രീതിയിലൊക്കെ എടുക്കാം. നമ്മൾ ഗ്രാഫ് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻ്റർവൽ ലെങ്ത് എന്ന് പറയുന്നത് കൂട്ടുകയും കുറയ്ക്കുകയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇവിടെ എക്സിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 8 ആണ് വരുന്നത്. അതുകൊണ്ട് 1 2 3 4 5 എന്ന് പറഞ്ഞ കാര്യത്തിൽ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, സ്പേസ് എന്തായാലും കിട്ടും. വൈൻ്റെ മാക്സിമം നോക്കുമ്പോൾ എത്രയാണ്, 6 ആണ്. അപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്താൽ മതി, 1 2 3 എന്ന് പറഞ്ഞ ആശയത്തിൽ തന്നെ വരച്ചാൽ മതി. വരയ്ക്കേണ്ടത് ഇങ്ങനെയാണ്. എക്സ് ആക്സിസും വൈ ആക്സിസുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. 0 1 2 3 4 5 6 7 8 1 2 3 4 5 6 7 8. എക്സ് എക്സ് ഡാഷ് നെഗറ്റീവ് പോർഷൻ ഒരു -1 -2 എന്ന് പറഞ്ഞ് കാണിക്കാം. താഴേക്ക് നെഗറ്റീവ് ഭാഗം -1 -2 എന്ന് പറഞ്ഞ് കാണിക്കാം. ഇത് വൈ ഡാഷ് എന്ന് പറയുന്നു, വൈ എന്ന് പറഞ്ഞ ആശയം വരുന്നു. ഇനി പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സിൽ 0 വൈയിൽ 4 അങ്ങനെയാണ് നമ്മൾ പോയിന്റ് എടുക്കേണ്ടത്. എക്സിൽ 0 എന്ന് പറഞ്ഞാൽ ഇതാണ്, വൈയിൽ 4 എന്ന് പറഞ്ഞാൽ നേരെ മുകളിലേക്ക് പോവുക, 4ൻ്റെ നേരെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അടുത്തത് എക്സിൽ 8 വൈയിൽ 0. എക്സിൽ 8 എന്ന് പറഞ്ഞാൽ ഇതാണ്, വൈയിൽ 0 എന്ന് പറഞ്ഞാൽ അതേ പൊസിഷൻ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അവിടെ പോയിന്റ് മാർക്ക് ചെയ്യുക. ഈ രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇത് ഏതാണ് ലൈൻ എന്ന് വേർതിരിച്ചറിയുന്നതിന് വേണ്ടി എവിടെയെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലൈനിൻ്റെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. പേര് വരുന്നത് എന്താണ്, എക്സ് പ്ലസ് 2y = 8. ഇനി അടുത്ത പോയിന്റ് 0 6. എക്സിൽ 0 വൈയിൽ 6. എക്സിൽ 0 എന്ന് പറയുന്നതാണ്, വൈയിൽ 6 എന്ന് പറഞ്ഞാൽ നേരെ മുകളിലേക്ക് പോകുന്നു, പോയിന്റ് മാർക്ക് ചെയ്യുന്നു. അടുത്തത് എക്സിൽ 4 വൈയിൽ 0. എക്സിൽ 4 ഇതാണ്, വൈയിൽ 0 എന്ന് പറഞ്ഞാൽ അതേ പൊസിഷൻ തന്നെയാണ്, പോയിന്റ് മാർക്ക് ചെയ്തു. മുൻപേ ചെയ്ത പോലെ തന്നെ ആ രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു ലൈൻ വരയ്ക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റും അതുപോലെ തന്നെ ഈ ഒരു പോയിന്റും ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ലൈൻ വരയ്ക്കുകയാണ്. ആ ലൈൻ എന്ന് പറയുന്നത് 3x + 2y = 12 എന്ന് പറയുന്ന കാര്യമാണ്. ഇനി x = 0. x = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർട്ടിക്കൽ ലൈനാണ്, 0യിലൂടെയാണ് പാസ് ചെയ്യേണ്ടത്. നിങ്ങളിവിടെ നോക്കുക, ഈ ഒരു ലൈൻ പാസ് ചെയ്യുന്നത് 0 എന്ന് പറഞ്ഞ പോയിന്റിലൂടെയാണ്. അപ്പോൾ ഈ ഒരു ലൈനെയാണ് എന്ത് പറയുക, x = 0 എന്ന് പറഞ്ഞ കാര്യം പറയുക. ഇനി y = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യിലൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈനാണ് എന്ത് വരുന്നത്, y = 0 വരുന്നത്. ഈ ഒരു ലൈൻ നോക്കിക്കഴിഞ്ഞാൽ അത് പാസ് ചെയ്യുന്നത് 0 എന്ന് പറഞ്ഞ പോയിന്റിലൂടെയാണ് പാസ് ചെയ്യുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈനിൻ്റെ ഇക്വേഷനാണ് എന്ത് വരിക, y = 0 എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഇനി നമുക്കിനി ഷെയ്ഡ് ചെയ്യേണ്ട റീജിയൻ എല്ലാ ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഇൻഇക്വാലിറ്റിയും എവിടേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ എക്സിനും വൈക്കും 0 0 എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് അപ്ലൈ ചെയ്യാം. എക്സിന് 0 കൊടുക്കുക, വൈന് 0 കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് 0 ആവും. << 8 എന്ന് പറഞ്ഞ ആശയം കിട്ടുന്നു. ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. 8നേക്കാൾ താഴെയാണ് 0, അത് എല്ലായ്പ്പോഴും എന്താണ്, ശരിയാണ് വരുന്നത്. ഇത് ശരിയാണെങ്കിൽ x + 2y = 8 ആണ് ലൈൻ വരിക. ആ ലൈനാണ് ഇത്. നമ്മൾ എക്സിനും 0 എടുത്തുന്നത്, വൈനും 0 ആണ് എടുത്തുന്നത്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും, 0 0 എന്ന് പറഞ്ഞ പോയിന്റാണ്. ഈ ലൈൻ എന്ന് പറയുന്നതിൻ്റെ താഴെയാണ് 0 0 എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയതുകൊണ്ട് 0 0 നിൽക്കുന്ന ഭാഗത്തേക്കാണ് എന്ത് ചെയ്യേണ്ടത്, ഷെയ്ഡ് ചെയ്യേണ്ടത്.
അപ്പോൾ നമ്മൾ ഷെയ്ഡിങ് ജസ്റ്റ് ആരോ മാർക്കിലൂടെ കാണിക്കുന്നതേ ഉള്ളൂ. താഴേക്കാണ് എന്ത് വരുന്നത്, അതിൻ്റെ ഷെയ്ഡിങ് റീജിയൻ വരുന്നത്. ഇനി രണ്ടാമത്തെ കൺസ്ട്രെയിൻസിൻ്റെ കാര്യത്തിലേക്ക്, ലെഫ്റ്റ് സൈഡ് എക്സിന് 0 കൊടുത്തു, വൈക്ക് 0 കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. 12നേക്കാൾ താഴെയാണ് 0. അത് എല്ലായ്പ്പോഴും ശരിയാണ്. ലൈൻ എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് വരുന്നത്. 0 0 നിൽക്കുന്ന ഇവിടെയാണ്. ട്രൂ ആയതുകൊണ്ട് 0 0 നിൽക്കുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. അതായത് ആ ലൈനിൻ്റെ താഴേക്ക് ഷെയ്ഡിങ് വരും. ഈ ലൈനിൻ്റെ താഴെ ഭാഗത്തേക്കാണ് ഷെയ്ഡിങ് വരുന്നത്. അത് കാണിക്കാൻ വേണ്ടി ആരോ മാർക്കുകൾ കൊടുത്തു. അടുത്തത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈന്. ഗ്രേറ്റർ ദാൻ കേസുകളൊക്കെ റൈറ്റ് സൈഡിലാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ മുകളിലേക്കാണ് എന്ത് വരുന്നത്, ഷെയ്ഡിങ് എന്ന് പറഞ്ഞ ആശയം കയറി വരുന്നത്. ജസ്റ്റ് 2-3 ആരോ മാർക്കുകൾ കാണിച്ചാൽ മതി. അടുത്തത് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ലൈൻ. ഗ്രേറ്റർ ദാൻ കേസുകളൊക്കെ അതിൻ്റെ മുകളിലേക്കാണ് വരുന്നത്. മുകളിലേക്കായതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, ഷെയ്ഡ് ചെയ്യേണ്ടി വരിക. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് മൊത്തം 1 2 3 4 4 ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. 4 ഇൻഇക്വാലിറ്റിയും വരുന്ന ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യാം. നിങ്ങൾ ഈ ക്ലോസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഇവിടെ ഈ ലൈനിൻ്റെ മുകളിലേക്കുണ്ട് ഒരു ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ഇതിൻ്റെ താഴേക്കുണ്ട് 2 ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ഇതിൻ്റെ താഴേക്കുണ്ട് 3 ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ഈ ലൈനിൻ്റെ മുകളിലേക്കുണ്ട് 4 ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ 4 ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നതിലാണ് ഈ ഒരു ഭാഗമാണ് വരുന്നത്. അത് നിങ്ങൾ ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിക്കുക. ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. എല്ലാ കൺസ്ട്രെയിൻസുകളും ഒക്കെയർ ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഫീസിബിൾ റീജിയൻ കിട്ടിക്കഴിഞ്ഞു. ഈ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഒരു ടേബിൾ വരയ്ക്കുക. ആ ടേബിളിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സൊല്യൂഷൻ പറയാം. ടേബിൾ എന്ന് പറയുന്നതിൽ ഉണ്ടായിരിക്കേണ്ടത്, ആദ്യത്തെ കോളം എന്ന് പറയുന്നത് കോർണർ പോയിന്റ്സ്. ഫസ്റ്റ് കോളത്തിൽ ഉണ്ടാവേണ്ടത് കോർണർ പോയിന്റ്സ്. രണ്ടാമത്തെ കോളത്തിൽ ഉണ്ടാവേണ്ടത് വാല്യൂ ഓഫ് ഇസഡ് ഈക്വൽ ടു -3x + 4y. ഇത് ക്വസ്റ്റിനിൽ തന്നതാണ്, അതാണ് അങ്ങനെ എഴുതി വെച്ചിരുന്നത്. ഇസഡ് ഈക്വൽ ടു -3x + 4y. ഒരു ടേബിൾ നമ്മളങ്ങനെ ഉണ്ടാക്കുക. ഇതിൽ നമ്മൾക്ക് കോർണർ പോയിന്റുകൾ, കോർണർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫീസിബിൾ റീജിയന്റെ കോർണറായിട്ട് നിൽക്കുന്ന ഭാഗങ്ങൾ. ഒരു കോർണർ ഇതാണ്, അതേതാണ് 0 0 എന്ന് പറയുന്ന പോയിന്റാണ്. മറ്റൊരു കോർണർ ഇവിടെയാണ്. ഇത് എക്സ് ആക്സിസിന്റെ മുകളിൽ 4-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കോർണർ പോയിന്റ് എന്ന് പറയുന്നത് 4 0 എന്ന് പറഞ്ഞ പോയിന്റാണ്. മറ്റൊരു കോർണർ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റാണ്. അത് വൈ ആക്സിസ് എന്ന് പറയുന്നത് 4 എന്ന് പറയുന്ന പോയിന്റാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കോർണർ എന്ന് പറയുന്നത് എന്ത് വരും, 0 4 എന്ന് പറയുന്ന കാര്യം വരുന്നു. ഇനി മറ്റൊരു കോർണർ കൂടിയുണ്ട്. ഇപ്പോൾ ഇതെടുത്തു, ഇതെടുത്തു, ഇതെടുത്തു. ഇനി ഇവിടെ ഒരു കാര്യം കൂടിയുണ്ട്. ഇത് ശരിക്കും കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് നേരെ താഴേക്ക് നോക്കുക. എവിടെയാണോ ടച്ച് ചെയ്യുന്നത് ആ ടച്ചിങ് പോയിന്റാണ് നമ്മൾ എടുക്കേണ്ടത്. അതേമാതിരി വൈ ആക്സിസിൻ്റെ മുകളിലേക്ക് നോക്കുക. ഇതെവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതാണ് നമ്മൾ വൈ കോർഡിനേറ്റ് ആയിട്ട് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ തരും, ഗ്രാഫ് പേപ്പറിലാണ് വരയ്ക്കേണ്ടി വരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പോയിന്റുകളൊക്കെ കണ്ടെത്താൻ എളുപ്പമായിരിക്കും. ഇനി ഇത് കൃത്യമായി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ 2 ലൈനുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ്. ഈ ഒരു ലൈനും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആ 2 ലൈനുകളുടെ ഇക്വേഷൻസുകളും തമ്മിലൊന്ന് സോൾവ് ചെയ്താൽ മതി. എങ്ങനെയാണത് സോൾവ് ചെയ്യുക? ഈ ഒരു ലൈൻ എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ വരുന്നത് x + 2y = 8. ഈ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x + 2y = 12. നിങ്ങൾ നോക്കുക, രണ്ടോടത്തിലും 2y എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ ആ 2 ഇക്വേഷൻ നമ്മൾ ഞാൻ എന്ത് ചെയ്യാണ്, മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുന്ന സമയത്ത് 2y നിന്ന് 2y പോയി കഴിഞ്ഞാൽ 0y ആയി, വൈയുടെ ടേം ഇല്ല. = 8 - 12 എന്ന് പറഞ്ഞാൽ -4. x = -4 / -2 which is equal to 2. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്ന കാര്യം കിട്ടുന്നത് എത്രയാണ്, 2 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് എഴുതാം, 2 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇനി ഈ കിട്ടിയ എക്സിന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, y എന്ന് പറയുന്ന ആശയം കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ x = 2 എന്ന് പറയുന്നത് ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ കൊണ്ട് കൊടുക്കുകയാണ്.
അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം എന്തായിട്ട് മാറും? 2 + 2y = 8 വരും. അതായത് 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 - 2 6 വരും. y എന്ന് പറയുന്നത് 6/2 വരും, അത് 3 വരും. അപ്പോൾ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3 ആണ് വരുന്നത്. ഈ കോർണർ പോയിന്റുകളിൽ z എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കണ്ടെത്തുകയാണ്. കണ്ടെത്തണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? ഇവിടെ ഒരു ഇക്വേഷൻ പോലെ തന്നിട്ടുണ്ട്. അതിൽ എക്സിന് 0 അപ്ലൈ ചെയ്യുക, വൈന് 0 അപ്ലൈ ചെയ്യുക. അതായത് ആദ്യം കാണുന്നത് എക്സിന് കൊടുക്കുക, രണ്ടാമത് കാണുന്നത് വൈന് അപ്ലൈ ചെയ്യുക. ഇത് രണ്ടും 0 ആയതുകൊണ്ട് ഇസഡിൻ്റെ വാല്യൂ, ഫസ്റ്റ് വാല്യൂ എന്താ വരിക? 0 ആണ് വരിക. രണ്ടാമത്തേലേക്ക് കൊടുക്കുമ്പോൾ y കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് വൈൻ്റെ ടൈം ഇല്ല. എക്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ -3 × 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? -12 എന്ന് പറയുന്ന ആശയം വരുന്നു. 0 അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് കോർഡിനേറ്റ് ഇല്ല, കാരണം എക്സിൻ്റെ അവിടെ 0 കൊടുത്തെങ്കിൽ അത് ക്യാൻസൽ ആയി പോയി. y എന്ന് പറയുന്നത് 4 അപ്ലൈ ചെയ്യുമ്പോൾ 4 × 4 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നു? അവിടെ 16 എന്ന് പറയുന്ന കാര്യം വരുന്നു. ഇനി 2 3 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുമ്പോൾ എക്സിന് നമ്മൾ ആദ്യം 2 കൊടുക്കുകയാണ്. -3 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -6 പ്ലസ് 4 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12. -6 + 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 6 എന്ന് പറയുന്ന കാര്യമാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ വാല്യൂ കിട്ടുന്നത് എന്താണ്? 6 എന്ന് പറയുന്ന വാല്യൂ ആണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ മിനിമൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. ആ വാല്യൂ എന്ന് പറയുന്നതിൻ്റെ അവിടെ ഒരു ആരോ മാർക്ക് കൊടുക്കുക. അതിന് നേരെ നിങ്ങൾ മിനിമം എന്ന് പറഞ്ഞൊന്ന് എഴുതി വയ്ക്കുക. ഇപ്പോൾ പേപ്പർ വാല്യൂ ചെയ്യുന്ന ആളിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് -12 ആണ്. അത് അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 40 എന്ന് പറഞ്ഞ പോയിന്റാണ്. അതായത് x 4ഉം y 0ഉം ആകുമ്പോഴാണ് ഇതിൻ്റെ മിനിമം സൊല്യൂഷൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രോബ്ലത്തിലേക്ക് ഒന്ന് പോവാം. കൺസിഡർ ദ LPP. LPP എന്ന് പറഞ്ഞാൽ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമൈസ് z = 50x + 40y. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ കൺസ്ട്രെയിൻസുകൾ x + 2y ≥ 10, 3x + 4y < 24, x ≥ 0, y ≥ 0. നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തത് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്ന കാര്യം കണ്ടെത്തണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഫീസിബിൾ റീജിയൻ്റെ കോർണർ പോയിന്റുകൾ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ z എന്ന് പറയുന്നതിൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. ഇത് സബ് പാർട്ടുകളായിട്ട് ചോദിച്ചിട്ടുണ്ടെന്നുള്ളൂ, എങ്കിലും നമ്മൾ മുൻപേ ചെയ്തിരിക്കുന്ന അതേപോലെ വർക്ക് ചെയ്താൽ മതി. ഓരോ കൺസ്ട്രെയിൻസിൻ്റെയും ഈക്വൽ ആയിട്ട് വരുന്ന കേസുകൾ എടുക്കുക. x + 2y = 10. പോയിന്റുകളൊന്ന് കണ്ടെത്തുകയാണ്. എക്സ് വൈ. എക്സ് എന്ന് പറയുന്നതിന് 0 കൊടുക്കുകയാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ പിന്നെ അവിടെ നിലനിൽക്കുന്നത് എന്താണ്? 2y = 10 ആണ്. y എന്ന് പറയുന്നത് 10/2 = 5. അപ്പോൾ y-ന് നേരെ 5 എഴുതുക. അടുത്തത് y-ന് 0 കൊടുക്കുക. അപ്പോൾ 2y എന്ന് പറയുന്നത് 0 ആവും. x എന്ന് പറയുന്നത് അപ്പോൾ എത്രയായിരിക്കും? 10 തന്നെ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് എടുക്കുമ്പോൾ 3x + 4y = 24. x y. x എന്ന് പറയുന്നതിന് 0 കൊടുക്കുമ്പോൾ 3x എന്ന് പറയുന്ന ടേം ഇല്ല. അപ്പോൾ 4y എന്ന് പറയുന്നത് 24 ആണ്. y എന്ന് പറയുന്നത് 24/4 = 6. y എന്ന് പറയുന്നത് 6 ആയിരിക്കും. y-ന് 0 കൊടുക്കുക. y-ന് 0 കൊടുക്കുന്ന സമയത്ത് ഈ ടേം ക്യാൻസൽ ആയി പോകും. ബാക്കി 3x = 24 വരുന്നു. x = 24/3 = 8. ഇനി അടുത്ത കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഈക്വൽ കേസ് x = 0 വരും. അടുത്ത കൺസ്ട്രെയിൻറ്റ് ഈക്വൽ കേസ് എന്ന് പറഞ്ഞാൽ y = 0 എന്ന് പറഞ്ഞ ആശയം വരും. ഇപ്പോൾ നമുക്ക് കൺസ്ട്രെയിൻസുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലൈനുകൾ വരയ്ക്കാനുള്ള എല്ലാ കാര്യവുമായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? x ആക്സിസ് y ആക്സിസ് എന്ന് പറഞ്ഞ ആശയം വരയ്ക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് കിട്ടിയിരിക്കുന്ന പോയിന്റുകളിൽ 10 എന്ന് പറയുന്ന വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ 1 2 3 4 5 എന്ന് പറഞ്ഞ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ x എന്ന് പറയുന്നതിന് 10 കിട്ടണം. y എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 6 എന്ന് പറയുന്ന ആശയം വരെ കിട്ടണം. അതായത് മുകളിലേക്ക് 6 കിട്ടണം, റൈറ്റിലേക്കുള്ളത് 10 വരെ കിട്ടണം. അപ്പോൾ നമുക്ക് സ്പേസ് കുറവാണെങ്കിൽ 2 4 6 8 10 എന്ന് പറഞ്ഞ രീതിയിൽ എടുക്കുക. സ്പേസ് ഉണ്ടെങ്കിൽ 1 2 3 4 5 എന്ന് പറഞ്ഞ ആശയത്തിൽ എടുക്കുക. 1 2 3 4 5 ആശയത്തിൽ എടുക്കുകയാണ് നല്ലത്. കാരണം ഗ്രാഫ് കുറച്ച് വലുതായാലാണ് നമുക്ക് കോർണർ പോയിന്റുകളൊക്കെ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞ ആശയത്തിൽ തന്നെ എടുക്കുകയാണ്. 0 1 2 3 4 5 6 7 8 9 10. 1 2
3 4 5 6 7 8 9 -1 -2 -1 x x ഡാഷ് y y ഡാഷ്. ഇനി പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പോയിന്റുകളിൽ എക്സിൽ 0 വൈയിൽ 5. എക്സിൽ 0 എന്ന് പറഞ്ഞതാണ്, വൈയിൽ 5 എന്ന് പറയുമ്പോൾ 5ൻ്റെ അവിടെ വന്ന് പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എക്സിൽ 10 വൈയിൽ 0. എക്സിൽ 10 എന്ന് പറയുന്നത് ഇതാണ്, വൈയിൽ 0 എന്ന് പറയുന്നത് അതേ പോയിന്റ് തന്നെയാണ്. രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ലൈൻ എന്ന് പറയുന്ന കാര്യം വരയ്ക്കുക. ആ ലൈൻ ഏതാണെന്ന് വേർതിരിച്ചറിയുന്നതിന് വേണ്ടി അതിൻ്റെ നെയിം അതിൻ്റെ തൊട്ടടുത്ത് എഴുതുകയാണ്. x + 2y = 10. എക്സിൽ 0 വൈയിൽ 6. എക്സിൽ 0 വൈയിൽ 6 പോയിന്റ് മാർക്ക് ചെയ്യുന്നു. എക്സിൽ 8 വൈയിൽ 0. എക്സിൽ 8 എന്ന് പറയുന്നതാണ്, വൈയിൽ 0 എന്ന് പറഞ്ഞാൽ അതേ പൊസിഷൻ തന്നെയാണ്. രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x + 4y = 24. ഇനി x = 0, തൊട്ട് മുന്നേ പറഞ്ഞു നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ ലൈനാണ് x = 0 വരിക. ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനാണ് എന്ത് വരുന്നത്, y = 0 എന്ന് പറഞ്ഞ ആശയം വരുന്നത്. ഇപ്പോൾ ലൈനുകളെല്ലാം വരയ്ക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, എല്ലാ ഇൻഇക്വാലിറ്റിയും വരുന്ന അല്ലെങ്കിൽ എല്ലാ കൺസ്ട്രെയിൻസും ഉൾപ്പെടുന്ന ഭാഗം ഷെയ്ഡ് ചെയ്ത് കാണിക്കണം. അപ്പോൾ ഓരോ കാര്യമായിട്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ കാര്യം നോക്കുന്നതിന് വേണ്ടി നമ്മൾ 0 0 എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ എക്സിനും വൈക്കും 0 കൊടുക്കുമ്പോൾ 0 ≥ 10. 10നേക്കാൾ മുകളിലാണ് 0. അതെല്ലായ്പ്പോഴും തെറ്റാണ്. അപ്പോൾ നമ്മൾ ലൈൻ നോക്കുക. x + 2y = 10 എന്ന് പറയുന്ന കാര്യം ഇതാണ്. 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ്. ഇത് ഫാൾസ് ആയതുകൊണ്ട് ഇതിൻ്റെ താഴെയാണ് 0 0 കിടക്കുന്നത്. അവിടേക്ക് ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ എവിടേക്കേ പാടുള്ളൂ, അതിൻ്റെ മുകൾ ഭാഗത്തേക്കേ പാടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് നമുക്ക് എന്ത് വരുന്നത്, ഷെയ്ഡഡ് റീജിയൻ വരുന്നത്. ലെഫ്റ്റ് സൈഡ് എക്സിന് 0 കൊടുക്കുക, വൈനും 0 കൊടുക്കുമ്പോൾ 0 ≤ 24. ഇതെല്ലായ്പ്പോഴും എന്താണ്, ശരിയാണ്. 24നേക്കാൾ താഴെ തന്നെയാണ് 0 വരുന്നത്. ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. 0 0 എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ്. നമ്മൾ എന്ത് ചെയ്യണം, ശരിയായതുകൊണ്ട് ആ ഭാഗത്തേക്ക് ആരോ മാർക്ക് കൊടുക്കണം. അപ്പോൾ ഈ ലൈനിൻ്റെ താഴെ ഭാഗത്തേക്കാണ് എന്ത് വരിക, ആരോ മാർക്ക് എന്ന് പറയുന്ന കാര്യം കയറി വരുന്നത്. ഇനി x > or = 0, ഇതാണ് x = 0, അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് വരും. അപ്പോൾ ഈ ഒരു ഭാഗമാണ് എന്ത് വരുന്നത്, അതിൻ്റെ ഷെയ്ഡ് ചെയ്യേണ്ട റീജിയനായിട്ട് വരുന്നത്. ഇനി y > or 0, ഇതാണ് y = 0, അതിൻ്റെ മുകളിലേക്ക് വരും. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ മുകളിലേക്കാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് റീജിയൻ കയറി വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ 1 2 3 4 ഇൻഇക്വാലിറ്റീസ് ഉണ്ട്. ഈ 4 ഇൻഇക്വാലിറ്റീസും ഉൾപ്പെടുന്ന റീജിയനാണ് നമുക്ക് ഷെയ്ഡ് ചെയ്യാനുള്ളത്. നിങ്ങൾ ഈ ട്രയാങ്കിൾ പോലെ കിടക്കുന്ന ഈ ഒരു ഭാഗം നോക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും എന്ത് വരും, മുകളിലേക്കുള്ള പോർഷൻ കയറി വരും. അപ്പോൾ ഒരു ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക നിങ്ങൾ, ഇതിൻ്റെ മുകളിലേക്കുണ്ട്, ഈ ലൈനിൻ്റെ മുകളിലേക്കുണ്ട്, അപ്പോൾ 2 ഇൻഇക്വാലിറ്റി ആയി. ഈ ലൈനിൻ്റെ മുകളിലേക്കുണ്ട്, 3 ഇൻഇക്വാലിറ്റി ആയി. ഈ ലൈനിൻ്റെ താഴേക്കുണ്ട്, 4 ഇൻഇക്വാലിറ്റി ആയി. ആദ്യം നമ്മൾ പറഞ്ഞു ഈ ലൈനിൻ്റെ മുകളിലേക്കുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇതിൻ്റെ താഴേക്കുണ്ട് പറഞ്ഞു, പിന്നെ ഇതിൻ്റെ മുകളിലേക്കുണ്ട് പറഞ്ഞു, പിന്നെ ഇതിൻ്റെ മുകളിലേക്കുണ്ട് പറഞ്ഞു. അപ്പോൾ 4 ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഏത് ഭാഗമാണ്, ഈ ഒരു ഭാഗമാണ് 4 ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്നതായിട്ട് വരുന്നത്. അപ്പോൾ ഭാഗം ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. ഇതാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്ന കാര്യം കയറി വരുന്നത്. ഫീസിബിൾ റീജിയൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യം എന്താണ്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ആ ടേബിൾ എന്തൊക്കെയാണ് വേണ്ടത്, കോർണർ പോയിന്റ്സ് എന്ന് പറയുന്നതാണ് ഒരു കോളം. രണ്ടാമത്തെ കോളം വാല്യൂ ഓഫ് z = എന്താണ് z എന്നുള്ളത്, 50x + 40y. ടേബിളിൽ എന്തൊക്കെയാണ് വേണ്ടത്, കോർണർ പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു കോളവും വാല്യൂ ഓഫ് z = 50x + 40y എന്ന് പറയുന്ന കാര്യം. ഇനി ഇതിൻ്റെ കോർണർ പോയിന്റുകൾ പറയുമ്പോൾ ഇതൊരു കോർണറാണ്, ഈ ഒരു പോയിന്റ്. ആ പോയിന്റ് ശരിക്കും എന്താണ്, y ആക്സിസിൽ 5 എന്ന് പറയുന്നതിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ നമുക്ക് എങ്ങനെ എടുക്കാം, 0 5 എന്ന് പറഞ്ഞെടുക്കാം. y ആക്സിസിൽ 5 ടച്ച് ചെയ്യുന്നു, അപ്പോൾ x കോർഡിനേറ്റ് എന്തായിരിക്കും, ഇവിടെ 0 ആയിരിക്കും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് കോർണർ വരുന്നത്, അത് 6ലാണ് y ആക്സിസ് നമ്മൾ ടച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ കോർണർ എന്ന് പറയുന്നത് 0 6 എന്ന് പറയുന്ന ആശയം കിട്ടുന്നു. ഇനി ഇതാണ് പിന്നെ മറ്റൊരു ടച്ചിങ് പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ സ്കെയിൽ വെച്ച് ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു, അതേപോലെ തന്നെ ഇവിടേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കുക, അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആയിട്ട് എടുക്കുക. താഴേക്ക് ടച്ച് ചെയ്യുന്ന എക്സ് കോർഡിനേറ്റും നിങ്ങൾ ടച്ച് ചെയ്യുന്നത് വൈ കോർഡിനേറ്റും ആയിട്ടാണ് എടുക്കുക.
ഒരു അപ്രോക്സിമേറ്റ് ഐഡിയയിൽ എടുത്തിട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ കൃത്യമായ ഒരു ആശയത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ ഈ രണ്ട് ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി. അപ്പോൾ കൃത്യമായ ആശയം കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ സോൾവ് ചെയ്യണം എന്നില്ല, ഗ്രാഫ് പേപ്പറിലാണ് നിങ്ങൾക്ക് വരയ്ക്കേണ്ടി വരിക. അപ്പോൾ കൃത്യമായ വാല്യൂസുകളോട് കിട്ടുകയും ചെയ്യും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തിട്ട് അതിൻ്റെ കാര്യത്തിലേക്ക് ഒന്ന് പോവുകയാണ്. നമുക്ക് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10 ആണ്. മറ്റേ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 3x പ്ലസ് 4y ഈക്വൽ ടു 24 എന്ന് പറഞ്ഞ കാര്യമാണ്. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റോ വൈൻ്റെ കോഎഫിഷ്യൻറ്റോ ഈക്വൽ ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇക്വേഷൻ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ കോഎഫിഷ്യൻ എന്താക്കണം, ഈക്വൽ ആക്കി നിർത്തണം. ഞാൻ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇതിനെ ഒന്നാമത്തെ ഇക്വേഷനായിട്ടും രണ്ടാമത്തെ ഇക്വേഷനായിട്ടും വിചാരിച്ചാൽ ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, 3x പ്ലസ് 6y ഈക്വൽ ടു 30. ഇതിലെ എല്ലാ ടേമിനെയും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ രണ്ട് ഇക്വേഷൻസുകൾ തമ്മിൽ ഞാൻ എന്ത് ചെയ്യാണ്, മൈനസ് ചെയ്യാണ്. രണ്ട് ഇക്വേഷൻ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, എക്സിൻ്റെ ടേം 0 ആയിട്ട് പോകും. 4y ന്ന് 6y പോയി കഴിഞ്ഞാൽ -2y വരും, ഈക്വൽ ടു 24 - 30 എന്ന് പറഞ്ഞാൽ -6 വരും. അതായത് y എന്ന് പറയുന്നത് -6 / -2 3 എന്ന് പറയുന്ന ആശയം കിട്ടുന്നു. അപ്പോൾ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താ വരിക, 3 ആണ് വരിക. ഇനി എക്സ് കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ y എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷൻ കൊണ്ട് കൊടുക്കുക. y എന്ന് പറയുന്നത് 3 ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു കാര്യം ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2 × 3 എക്സ് പ്ലസ് 6 ആവും. എക്സ് പ്ലസ് 6 എന്ന് പറയുന്നത് 10 ആണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് 10 - 6 എത്രയാണ് വരിക, 4 ആണ് വരിക. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും, 4 ആയിരിക്കും. അപ്പോൾ ഈ ഒരു പോയിന്റ് വരുന്നത് എക്സ് കോർഡിനേറ്റ് 4ഉം വൈ കോർഡിനേറ്റ് 3യുമാണ് വരുന്നത്. അതാണ് ആ കോർണർ വരിക. ഇനി നമ്മൾ ഇസഡ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ 50x എന്ന് പറയുന്ന ടേം ഇല്ല. 5 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 40 × 5 എന്ന് പറഞ്ഞാൽ 200. 0 6 കൊടുക്കുമ്പോൾ 40 × 6 ആണ് ഇവിടെ വർക്ക് ചെയ്യുക. മറ്റു കാര്യം 0 ആയിട്ട് പോകും. 40 × 6 എന്ന് പറഞ്ഞാൽ 240. അടുത്തത് എക്സിന് 4 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 50 × 4 50 × 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 പ്ലസ് 40 × 3 40 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120. ഇവിടെ കിട്ടുന്ന വാല്യൂ എന്താണ്, 320. ക്വസ്റ്റ്യൻ നോക്കുക, ഇത് മാക്സിമൈസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിലെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതാ വരിക, 320 ആണ് വരിക. അതിന് നേരെ ഒരു ഹൈഫോൺ ഇട്ടിട്ട് മാക്സിമം എന്ന് എഴുതി വയ്ക്കുക. നമുക്ക് മൂന്നാമത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇവിടെ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ വരിക, 320 ആണ് വരിക. അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് 43 എന്ന് പറഞ്ഞ പോയിന്റാണ് വരിക. അപ്പോൾ ഇവിടെ ടേബിളിൽ നിന്നല്ല നമ്മുടെ കൺക്ലൂഷനിലേക്ക് എത്തി. കാരണം നമ്മൾക്ക് രണ്ട് ക്വസ്റ്റ്യനിലും ഗ്രാഫിക്കലായിട്ട് നമ്മൾ വരച്ചു കഴിഞ്ഞപ്പോൾ കിട്ടിയ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണ്. ബൗണ്ടഡ് ആകുമ്പോൾ ഇത്ര കാര്യമേ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ ഇത് മാക്സിമൈസിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, മിനിമൈസിൻ്റെ കാര്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കൺസ്ട്രെയിൻസുകൾ തന്നുകൊണ്ട് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് ഏത് ചോദ്യങ്ങൾ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്താൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ തന്നെയാണ്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ബൗണ്ടഡ് ആകുന്ന രീതിയിലുള്ള ഫീസിബിൾ റീജിയൻ കിട്ടുന്ന ക്വസ്റ്റ്യൻസുകളാണ് പൊതുവെ പബ്ലിക് എക്സാമിനേഷൻസുകളിൽ വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. മാക്സിമം വെയിറ്റേജ് 8 മാർക്കും മിനിമം വെയിറ്റേജ് ഒരു 6 മാർക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും ഗ്രാഫിക്കലായി സോൾവ് ചെയ്യാനുള്ളത്. അത് മുഴുവനായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. രണ്ട് രീതിയിലേ ചോദ്യം വരൂ, ഒന്നില്ലെങ്കിൽ മാക്സിമൈസോ അല്ലെങ്കിൽ മിനിമൈസോ. അടുത്ത പ്രോബ്ലത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കലായി സോൾവ് ചെയ്യാണ് വേണ്ടത്. ഇസഡ് എന്ന് പറയുന്നത് 3x + 9y ആണ്. അത് മാക്സിമൈസ് ചെയ്യുകയാണ് വേണ്ടത്. കൺസ്ട്രെയിൻസുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രെയിൻസുകളുടെ ഈക്വൽ കേസുകൾ എടുക്കുകയാണ്. x + 3y = 60. വരയ്ക്കാൻ ആവശ്യമായ പോയിന്റുകൾ ഒന്ന് കണ്ടുപിടിക്കുകയാണ്. എക്സിന് ആദ്യം 0 കൊടുക്കുന്നു. എക്സിന് 0 കൊടുക്കുമ്പോൾ 3y എന്ന് പറയുന്നത് 60 ആകുന്നു. അതായത് y എന്ന് പറയുന്നത് 60/3 = 20. അടുത്തത് yക്ക് 0 അപ്ലൈ ചെയ്യാണ്. yക്ക് 0 അപ്ലൈ ചെയ്യുമ്പോൾ 3y എന്ന് പറയുന്നത് 0 ആയിട്ട് പോകുന്നു. അപ്പോൾ x എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 60 എന്ന് പറഞ്ഞ് കിട്ടുന്നു. അടുത്തതിൻ്റെ ഈക്വൽ കേസ് പറയുമ്പോൾ x + y = 10. x y എക്സിന് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ ടേം ഇല്ലാതെയും, അപ്പോൾ y എന്ന് പറയുന്നത് 10 ആവും. yക്ക് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് y എന്ന് പറയുന്ന ടേം ഉണ്ടാവില്ല. അപ്പോൾ ബാക്കി x = 10 എന്ന് പറയുന്ന ആശയം കിട്ടുന്നു. ഇനി
അടുത്തത് വരുന്നത് എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്നതാണ്. അതിന് പ്രത്യേക പോയിന്റുകൾ നമ്മൾ കണ്ടെത്തേണ്ടതില്ല. എക്സ് എന്താണോ കൊടുക്കുന്നത് തന്നെയാണ് എന്തായിട്ട് കിട്ടുക, വൈ ആയിട്ട് കിട്ടുക. അപ്പോൾ നമുക്ക് റഫായിട്ട് സ്കെച്ച് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ വരുന്നത് എക്സ് ഈക്വൽ ടു 0 ആണ്, അടുത്തത് വൈ ഈക്വൽ ടു 0 ആണ്. ഇത് രണ്ടും എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് 2 ക്വസ്റ്റ്യൻസുകളിലായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പം ഞാൻ ആക്സസുകളൊക്കെ ഒന്ന് വരയ്ക്കാൻ പോവാണ്. എക്സ്, എക്സ് ഡാഷ്, വൈ, വൈ ഡാഷ്. ഇവിടെ നമ്മൾക്ക് 60 വരെയൊക്കെ വരേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ ഇന്റർവൽ ലെങ്ത് 10 യൂണിറ്റ് വെച്ചെടുക്കുകയാണ് നല്ലത്. അപ്പോൾ 0 കഴിഞ്ഞാൽ അടുത്ത് എഴുതേണ്ടത് 10 എഴുതാം. 20, 30, 40, 50, 60. ഇതേപോലെ തന്നെ മുകളിലേക്കും 10, 20, 30, 40, 50, 60. നെഗറ്റീവ് പോർഷൻസുകൾ -10, -10 എന്നുള്ളതൊന്ന് കാണിക്കാം. ഇനി എക്സിൽ 0, വൈയിൽ 20. എക്സിൽ 0 ഇവിടെയാണ്, വൈയിൽ 20 എന്ന് പറഞ്ഞാൽ പോയിന്റ് മാർക്ക് ചെയ്യുക. എക്സിൽ 60, വൈയിൽ 0. എക്സിൽ 60 എന്ന് പറഞ്ഞതാണ്, വൈയിൽ 0 അതേ പൊസിഷൻ തന്നെയാണ്. 2 പോയിന്റുകളും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. ആ ലൈൻ ഏതാണെന്ന് വേർതിരിച്ചറിയുന്നതിന് വേണ്ടി അതിൻ്റെ നെയിം എന്ന് പറയുന്നത് അവിടെ തന്നെ എഴുതുന്നു. എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60. ഇനി എക്സിൽ 0, വൈയിൽ 10. എക്സിൽ 0, വൈയിൽ 10 പോയിന്റ് മാർക്ക് ചെയ്തു. എക്സിൽ 10, വൈയിൽ 0. എക്സിൽ 10 ഇവിടെയാണ്, വൈയിൽ 0 അതേ പോയിന്റ് തന്നെയാണ്. 2 പോയിന്റും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10. ഇനി എക്സ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈയും 0 ആണ്, അപ്പോൾ ഈ പോയിന്റ് വരിക. എക്സിന് 10 കൊടുക്കുന്ന സമയത്ത് 10 ആണ് വരിക, അപ്പോൾ ഈ പോയിന്റ് ആണ് വരിക. 20 കൊടുക്കുന്ന സമയത്ത് 20 ആണ് വരിക, അപ്പോൾ മുകളിലത്തെ പോയിന്റ് ആണ് വരിക. 30 കൊടുക്കുമ്പോൾ 30 ആണ് വരിക, അതിൻ്റെ മുകളിലത്തെ പോയിന്റ് ആണ് വരിക. ചുരുക്കത്തിൽ പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ലൈൻ 45 ഡിഗ്രി ചെരുവിലൂടെ 0, 0 എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ് കിട്ടുന്നത്. റഫായിട്ടൊന്ന് വരയ്ക്കുകയാണ് നമ്മൾ. ഈ ഒരു രീതിയിലാണ് ആ ലൈൻ വരിക. എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ആശയം കയറി വരുന്നത്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൽ എക്സ് ഈക്വൽ ടു 0 ആ ലൈൻ ഓൾറെഡി നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് എക്സ് ഈക്വൽ ടു 0 വരിക. അതേമാതിരി ഈ ഹൊറിസോണ്ടൽ ലൈനാണ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഇപ്പോൾ എല്ലാ ലൈനുകളും വരയ്ക്കൽ കഴിഞ്ഞു. ഇനി ഈ ഒരു കാര്യത്തിൽ നമ്മൾ 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്ത് മുൻപിലേക്ക് പോകുമ്പോൾ എക്സിന് 0 കൊടുത്തു, വൈന് 0 കൊടുത്തു. അപ്പോൾ കിട്ടുന്ന സ്റ്റേറ്റ്മെന്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 ആണ്. അതെല്ലായ്പ്പോഴും ശരിയാണ്. അതായത് ഇത് എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 എന്ന് പറയുന്ന ലൈനിൻ്റെ താഴേക്കായിരിക്കും. എക്സ് പ്ലസ് 3y ഈക്വൽ ടു 60 എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ് വരുന്നത്. 0, 0 ഇവിടെയാണ് നിൽക്കുന്നത്, ആ ഭാഗത്തേക്കാണ് അതിൻ്റെ ഷെയ്ഡിങ് വരിക. അപ്പോൾ ഈ പറയുന്നതിൻ്റെ താഴേക്കാണ് അതിൻ്റെ ഷെയ്ഡിങ് കയറി വരേണ്ടത്. ഓക്കെ, അടുത്തത് എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10. എക്സിന് 0 കൊടുത്തു, വൈന് 0 കൊടുത്തു. 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ് വരിക. അത് തെറ്റാണ്. 10നേക്കാൾ മുകളിലാണ് 0. അതെല്ലായ്പ്പോഴും തെറ്റാണ്. തെറ്റായതുകൊണ്ട് തന്നെ ഇതാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 10 വരിക. 0, 0 അതിൻ്റെ താഴെയാണ്. തെറ്റായതുകൊണ്ട് മുകളിലേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് എന്ത് വരുന്നത്, ആരോ മാർക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇവിടെ 0, 0 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാൻ പറ്റില്ല. കാരണം അതിൽ അതിൻ്റെ മുകളിൽ തന്നെയുള്ള പോയിന്റാണ്. അപ്പോൾ അല്ലാത്തൊരു പോയിന്റ് നമ്മൾ ചിന്തിക്കണം. അല്ലാത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. ഞാനിവിടെ ഒരു കാര്യം ചെയ്യാണ്. എക്സും വൈയും ഈക്വൽ ആവുന്ന പോയിന്റ് വരരുത് എന്നല്ലേ ഉള്ളൂ. ഞാൻ 10, 20 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്യണം. ഇവിടെയാണ് 10 വരിക. 20 എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് കയറി ഇവിടെയാണ് ആ പോയിന്റ് വരിക. നോക്കണം, 10, 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് നമുക്ക് ആ പൊസിഷൻ വരിക. നിങ്ങൾ നമുക്ക് നോക്കേണ്ട ലൈൻ എന്ന് പറയുന്നത് ഏതാ, എക്സ് ഈക്വൽ ടു വൈ, ഈ ലൈനാണ്. ഈ ലൈനിൻ്റെ 10, 20 എടുത്തു കഴിഞ്ഞാൽ മുകളിലാണ് പോയിന്റ് കിടക്കുന്നുണ്ടാവുക. ഈ ഒരു കാര്യം, അതായത് 10, 20 എന്ന് പറയുന്ന ഒരു കാര്യം നേരെ ഇൻഇക്വാലിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 10 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈൻ്റെ സ്ഥാനത്ത് 20. ഇത് ശരിയാണോ തെറ്റാണോ? 20നേക്കാൾ താഴെയാണ് 10. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് എന്ത് വരുന്നത്, 10, 20 എന്ന് പറഞ്ഞ പോയിന്റ് വരുന്നത്. ഈ ലൈനിൻ്റെ മുകളിലാണ് അത് കിടക്കുന്നത്. ഇവിടെ ശരിയായതുകൊണ്ട് ആ പോയിന്റ് നിൽക്കുന്ന ഭാഗത്തേക്കാണ് ഷെയ്ഡിങ് വരിക. എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കാണ് എന്ത് വരിക, അതിൻ്റെ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്ന ആശയം കയറി വരുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിൻ്റെ മുകളിലേക്കാണ് അതിൻ്റെ ഷെയ്ഡഡ് റീജിയൻ കയറി വരുന്നത്. വൈ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 പറഞ്ഞാൽ ഈ ലൈനിൻ്റെ മുകളിലേക്കാണ് ഷെയ്ഡഡ് റീജിയൻ കയറി വരുന്നത്.
അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ 1 2 3 4 5 ഇൻഇക്വാലിറ്റീസുകളുണ്ട്. ഈ 5 ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭാഗം ഷെയ്ഡ് ചെയ്യണം. നിങ്ങൾ ഇവിടെ കിടക്കുന്ന ഈ ഒരു ഏരിയ മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്യുക. അവിടെ ഈ ലൈനിൻ്റെ താഴേക്കുണ്ട് ഒരു ഇൻഇക്വാലിറ്റി ആയി, ഈ ലൈനിൻ്റെ മുകളിലേക്കുണ്ട് 2 ഇൻഇക്വാലിറ്റി ആയി, ഈ ലൈനിൻ്റെ മുകളിലേക്കുണ്ട് 3 ഇൻഇക്വാലിറ്റി ആയി, ഈ ലൈനിൻ്റെ മുകളിലേക്കുണ്ട് 4 ഇൻഇക്വാലിറ്റി ആയി, ഇതിൻ്റെ ഒക്കെ മുകളിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷനും അതിലെന്ത് വരും, മുകൾ ഭാഗത്തേക്ക് വരും. അപ്പോൾ 5 ഇൻഇക്വാലിറ്റി ആയി. അപ്പോൾ 5ഉം വരുന്നത് ഏത് റീജിയനാണ്? ഇപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീജിയനാണ്. ഒരിക്കലും അത് ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് പോവുകയില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക, ഫീസിബിൾ റീജിയൻ എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ, ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. കോർണർ പോയിന്റ്സ് വാല്യൂ ഓഫ് Z ഈക്വൽ ടു 3x പ്ലസ് 9y. കോർണർ പോയിന്റുകൾ നോക്കുമ്പോൾ ഒരു പോയിന്റ് ഇതാണ്, ഇത് y ആക്സിസിന്റെ മുകളിൽ 10ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ പോയിന്റ് 0 10 എന്ന് പറഞ്ഞ പോയിന്റാണ്. അടുത്ത പോയിന്റ് y ആക്സിസിൽ 20ന്റെ മുകളിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കോർണർ പോയിന്റ് എന്ന് പറയുന്നത് 0 20. അടുത്ത ഇത് നിലനിൽക്കുന്നത് ഈ 2 ലൈനുകളെ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റിലാണ്. ആ ഒരു പോയിന്റിലേക്ക് വരുന്ന സമയത്ത് അത് കൃത്യമായി കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 2 ലൈനിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്, ഈ ലൈൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു y ആണ്. അപ്പോൾ ഒരു ലൈൻ്റെ ഇക്വേഷൻ x ഈക്വൽ ടു y ആണ്. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് x പ്ലസ് y ഈക്വൽ ടു 10 എന്ന് പറയുന്ന കാര്യമാണ്. ഇത് രണ്ടും സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, എക്സിന് പകരം y തന്നെയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വൈക്ക് പകരം x തന്നെയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് പറയാം, എക്സ് പ്ലസ് എക്സ്, അതായത് 2x എന്ന് പറയുന്നത് 10 ആണെന്ന് പറയാം, x എന്ന് പറയുന്നത് 10/2 5 ആണെന്ന് പറയാം. എക്സ് എന്താണോ കിട്ടുന്നത് അത് തന്നെയാണ് y വരുന്നത്. അപ്പോൾ ആ ഒരു കോർണർ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 5 5 എന്ന് പറഞ്ഞ പോയിന്റ് ആയിരിക്കും. ഇനി മറ്റൊരു കോർണർ വരുന്നത്, ഇപ്പോൾ ഈ കോർണർ എടുത്തു, ഈ കോർണർ എടുത്തു, ഈ കോർണർ എടുത്തു, ഈ ഒരു കോർണറാണ്. അത് ഈ 2 ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്, x ഈക്വൽ ടു y എന്ന് പറയുന്ന കാര്യമാണ്. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ അത് x ഈക്വൽ ടു y എന്ന് പറയുന്ന കാര്യമാണ്. ഈ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x പ്ലസ് 3y ഈക്വൽ ടു 60 എന്ന് പറഞ്ഞ കാര്യമാണ്. ഇതിൽ മുൻപേ ചെയ്ത പോലെ തന്നെ y എന്ന് പറയുന്നതിന് x തന്നെ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും, x പ്ലസ് 3x ആവും. അതായത് 4x ഈക്വൽ ടു 60 വരും. x ഈക്വൽ ടു 60/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 എന്ന് പറയുന്ന ആശയം വരുന്നു. അപ്പോൾ x എന്ന് പറയുന്നത് അവിടെ 15 വരുന്നു. അപ്പോൾ x കോർഡിനേറ്റ് ഇവിടെ 15 എഴുതാം, കോമ. y എന്ന് പറയുന്നത് x y ഈക്വൽ ആണ്, അതുകൊണ്ട് തന്നെ y എന്താ വരിക, 15 ആണ് വരിക. ഇനി z എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ 3x എന്ന് പറയുന്നത് 0 ആയിട്ട് പോയി. 9 × 10 എന്ന് പറയുന്നത് 90. എക്സിന് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 3x 0 ആയിട്ട് പോയി. 9 × 20 എന്ന് പറയുന്നത് 180. എക്സിന് 5 അപ്ലൈ ചെയ്യുമ്പോൾ 3 × 5 എന്ന് പറഞ്ഞാൽ 15 വരും, പ്ലസ് വീണ്ടും 5 തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വൈക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 9 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 40 + 10 50 വരും. 55 + 5 60 വരും. ഇപ്പോൾ ഇവിടുത്തെ ആൻസർ 60. അടുത്തത് എക്സിന് നമ്മൾ 15 അപ്ലൈ ചെയ്യാണ്. എക്സിന് 15 അപ്ലൈ ചെയ്യുമ്പോൾ 3 × 15 എന്ന് പറയുന്നത് 45 പ്ലസ് 9 × 15 എന്ന് പറയുന്നത് 135, വിച്ച് ഇസ് ഈക്വൽ ടു 130 + 40 പറഞ്ഞാൽ 170 വരും, 180. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക നിങ്ങൾ, മാക്സിമൈസ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ 180 എന്ന് പറയുന്നതാണ് മാക്സിമം വരിക. അത് 2 കാര്യങ്ങൾ ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളെയും നമ്മൾ ആരോ മാർക്ക് ഇടുകയോ അല്ലെങ്കിൽ ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് എന്ത് ചെയ്യുക, മാക്സിമം എന്ന് പറഞ്ഞു എഴുതുക. അപ്പോൾ മാക്സിമം വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, 180 ആണ് വരിക. ഇത് അറ്റൈൻ ചെയ്യുന്ന പോയിന്റ് ചോദിച്ചു കഴിഞ്ഞാൽ 0 20ലും അത് അറ്റൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ 15 15 എന്ന് പറഞ്ഞ പോയിന്റിലും അത് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ കൺസ്ട്രെയിൻസുകൾ ഇങ്ങനെ ഒരു രീതിയിൽ തന്നത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് എന്ത് വരുന്നത്, ആൻസറുകൾ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എന്ത് വരാം, ഒരേ ആൻസർ തന്നെ വരാൻ സാധ്യതയുണ്ട് 2 പോയിന്റുകളിൽ. അതുകൂടി ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ പ്രത്യേകം പറയുകയും ചെയ്തത്.
ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആകുന്ന ക്വസ്റ്റ്യൻസുകളാണ് ചോദിക്കാറുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അത് മാത്രം പറയുന്നത്. എന്തായാലും നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ മാത്രം എടുത്ത് അതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ചെയ്ത് നോക്കുക തന്നെ വേണം. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തതിന് ശേഷം തനിയെ നിങ്ങളത് വർക്ക് ചെയ്യുക. അങ്ങനെ പഠിച്ചാലാണ് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ പകുതി സ്റ്റെപ്പുകൾ വെച്ചൊക്കെ നമുക്ക് സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ ഇതിലെ തുടക്കം മുതൽ തന്നെ പോയിന്റുകൾ കണ്ടുപിടിക്കുന്നത് മുതൽ തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റുകളിൽ ഏതെങ്കിലും ഒന്നിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഗ്രാഫിൻ്റെ ഷേപ്പ് തന്നെ മൊത്തത്തിൽ മാറിപ്പോകും. അതുകൊണ്ട് പോയിന്റ് കണ്ടുപിടിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോയിന്റുകൾ മാർക്ക് ചെയ്ത് ആ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് ലൈനുകൾ വരയ്ക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ എല്ലാ കൺസ്ട്രെയിൻസുകളും ഉൾപ്പെടുന്ന റീജിയൻ ഷെയ്ഡ് ചെയ്യുക എന്ന് പറയുന്നത് ശരിക്ക് അതുവരെ എത്തുമ്പോഴേക്കും തന്നെ 6 മാർക്കിന് വെയിറ്റേജ് കൊടുത്താൽ 4 മാർക്ക് അതുവരെയുള്ള കാര്യത്തിനാണ്. ബാക്കി അവിടെ നിന്നാണ് കണക്ട് ചെയ്യുന്നതിന് 2 മാർക്ക് വെയിറ്റേജ് ആണ് പൊതുവെ പറയാറുള്ളൂ. എന്തായാലും നിങ്ങൾ ക്വസ്റ്റ്യൻസുകളൊക്കെ നല്ലപോലെ ചെയ്ത് പഠിച്ചാൽ ഈ ചാപ്റ്ററിൽ നിന്നുള്ള മുഴുവൻ മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരൊറ്റ ക്ലാസ് മാത്രമാണ് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കാര്യത്തിൽ പറയുന്നുള്ളൂ. കാരണം ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരികയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അത് മുഴുവനായി അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. നല്ലതുപോലെ പഠിക്കുക. ഈ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും നിങ്ങൾ സ്കോർ ചെയ്യുക. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.